പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മൾ കർത്താവിനോടുള്ള ബന്ധം, നമ്മൾ എത്രത്തോളം കർത്താവിന്റെ സ്നേഹത്തെയും കർത്താവിന്റെ കൃപയെ തിരിച്ചറിയുന്ന അത് അത്രത്തോളം നമ്മുടെ ജീവിതത്തിനകത്ത് സ്വസ്ഥതയും സമാധാനവും കൃപയും നമ്മളിൽ ഒഴുകാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആരാണ്, കർത്താവുമായുള്ള നമ്മുടെ ബന്ധം എന്താണ്, അത് ആഴത്തിൽ തിരിച്ചറിയും തോറും നമ്മുടെ വ്യക്തിത്വത്തെ അത് ബാധിക്കും. നമ്മൾ എന്തിനെയൊക്കെ ഭയന്ന് തളർന്ന് നിരാശപ്പെട്ട് ഒരു കാലത്ത് എന്തൊക്കെയാണോ നമ്മളെ വെല്ലുവിളിച്ചു കൊണ്ട് നിന്നത് അതിനെല്ലാം മറികടക്കുന്ന ഒരു ആത്മനിലവാരത്തിലേക്ക് അല്ലെങ്കിൽ മാനസിക അവസ്ഥയിലേക്ക് നമ്മളായിട്ട് ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് ചില സന്ദർഭങ്ങളിൽ നമ്മൾ പറയല്ലേ, ഇനി ഒരു രക്ഷയില്ല. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പദമാണ്, ഒരു രക്ഷയില്ല. അങ്ങനെയൊക്കെയുള്ള ജീവിത സാഹചര്യങ്ങൾ വന്ന് നിൽക്കുമ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സുകൊണ്ടും അടുത്തും തളർന്നും ഒക്കെ പോകാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ആയിത്തീരുമ്പോൾ കർത്താവ് നമ്മളെ സ്നേഹിച്ച സ്നേഹത്തിന്റെ ബോധ്യം നമ്മുടെ അകത്ത് വരുമ്പോൾ ആ വിളി നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകുന്ന ഒരു വലിയ വ്യത്യാസം എന്താന്ന് വെച്ചാൽ, എനിക്ക് എല്ലാം എൻ്റെ കർത്താവാണ്, കർത്താവ് നോക്കിക്കൊള്ളൂ എന്നുള്ള ഉറപ്പ് നമ്മുടെ അകത്ത് വരുമ്പോൾ കാര്യങ്ങളെ കുറിച്ചുള്ള നിരാശ മാറി നടത്തുവാൻ ശക്തനായ ഒരു ദൈവമുണ്ടെന്നുള്ള ഒരു ബോധ്യം നമ്മളകത്ത്. ആ ബോധ്യം നമ്മളെ വാഴാൻ തുടങ്ങുമ്പോൾ തന്നെ സാഹചര്യങ്ങൾ മാറി. അതുകൊണ്ട് പ്രിയപ്പെട്ട കർത്താവ് തന്നെ കുറിച്ച് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലേ. ഞാൻ ദൈവവചനത്തിൽ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലം, ഞാൻ നിന്റെ പരിചയം, I am your shield, I am your great reward. കർത്താവ് പറയും, ഞാനിതാണ് നിനക്ക്, നിന്റെ ജീവിതത്തിനകത്ത് ഞാൻ ഇങ്ങനെ ആയിരിക്കും. ഇറ്റ്സ് എ പ്രോമിസ് ഓഫ് ഗാഡ്. ആ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വാഗ്ദത്തം. അവൻ ഇങ്ങനെയാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ ഏത് സാഹചര്യത്തിൽ ഏത് അവസ്ഥയിൽ കൂടെ പോയാലും ദൈവം നമ്മുടെ സങ്കേതമാണ്, ദൈവം നമ്മുടെ ബലമാണ്, ദൈവം നമ്മുടെ കോട്ടയാണ്, ദൈവം നമ്മുടെ എല്ലാമാണ്. ഇവിടെ അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞ കാര്യം, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലവും, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലവും, ഞാൻ നിന്റെ കോട്ടയാണ്, ഞാൻ നിന്റെ പരിചയമാണ്. നമ്മൾക്ക് കർത്താവ് അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് കർത്താവ് കൊടുത്തൊരു പ്രോമിസാണ്. അബ്രഹാമിന്റെ ജീവിത യാത്രയിൽ നമുക്ക് എല്ലായിടത്തും അത് കാണാൻ കഴിയും. അബ്രഹാമിന്റെ ജീവിതത്തിൽ കർത്താവ് അബ്രഹാമിന്റെ കൂടെ ഇരുന്ന് അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് കർത്താവ് ഇടപെടുന്നത് നമുക്ക് തുടർച്ചയായിട്ട് കാണാൻ കഴിയും. അബ്രഹാമിന്റെ പ്രതിഫലമായിട്ട് ദൈവം തന്നെ മാറി തുടർന്നുള്ള ജീവിതത്തിൽ എല്ലാ മേഖലകളും അത് കാണാൻ കഴിയും. അബ്രഹാമിന്റെ തലമുറയുടെ വിഷയത്തിൽ അബ്രഹാം ഭാരപ്പെട്ടപ്പോൾ എല്ലാ മേഖലകളിലും അബ്രഹാം ഏതൊക്കെ വിഷയത്തിൽ ഭാരപ്പെട്ടു അവിടെ എല്ലാം ദൈവം തന്നെ അബ്രഹാമിന്റെ പ്രതിഫലമായി നിന്ന് അബ്രഹാമിന് വേണ്ടി ഇടപെടുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ അബ്രഹാമിന്റെ ദാസൻ ഇസഹാക്കിന് ഭാര്യയെ അന്വേഷിച്ച് പോയ സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്, ദൈവമായ യഹോവ എൻ്റെ യജമാനനെ അനുഗ്രഹിച്ചു, വെള്ളി പൊന്ന് ദാസീദാസന്മാർ ഒട്ടകം കഴുത എന്നിവയിലൊക്കെയും എൻ്റെ യജമാനൻ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു, അവൻ മഹാനായി തീർന്നിരിക്കുന്നു. അങ്ങനെയാ പറയുന്നത്. അപ്പൊ അത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാക്തത്വത്തിന്റെ ഉറപ്പാണ്. അത് കർത്താവ് ഓരോ സ്റ്റെപ്പിലും അത് നിവർത്തിച്ചു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ പല കാര്യങ്ങളും, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും, ഞാൻ വാതിലാകും, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും, ഇതൊക്കെ കർത്താവ് പറഞ്ഞ കാര്യം. എന്നാൽ ഇതേ കർത്താവ് പറഞ്ഞ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ കർത്താവ് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഞാൻ വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും ജീവന്റെ സമൃദ്ധി ഉണ്ടാകുവാനുമാണ്. അപ്പോ കർത്താവ് പറഞ്ഞ കാര്യം, മനുഷ്യപുത്രൻ വന്നത് മനുഷ്യരുടെ പ്രാണനെ നശിപ്പിക്കാനല്ല രക്ഷിപ്പാൻ അത്ര വന്നത്. ഇതൊക്കെ പറയുന്നുണ്ട് യേശുവിനെ കുറിച്ച് പറയുന്ന കാര്യം. എന്നാൽ യേശു പറഞ്ഞ ഒരു വളരെ മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യം. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. നല്ല ഇടയനാണ്, നല്ല ഇടയനാകുന്ന ഞാൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. നല്ല ഇടയനാകുന്ന കർത്താവ് ആടുകൾക്ക് വേണ്ടി. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇവിടെ ആടുകൾ എന്ന പദം
പ്രയോഗിക്കാനായിട്ടുള്ള കാരണം ആ ജീവിച്ചിരുന്ന ആ സമൂഹത്തിന്റെ ആ കർത്താവ് ആരെയാണോ അഡ്രസ് ചെയ്തത് ആ സമൂഹത്തിന്റെ സംസ്കാരം അനുസരിച്ചാണ് കർത്താവ് പറഞ്ഞത്. അവരൊരു ഇടയ പശ്ചാത്തലത്തിലുള്ളവരായതുകൊണ്ട് തന്നെ യോസഫിനോട് ഫറവോൻ ചോദിച്ചു, നിന്റെ സഹോദരങ്ങൾക്ക് അറിയാവുന്ന ജോലി എന്താ? അവർ ഇടയന്മാർ. അപ്പൊ ഇവര് ഇടയന്മാരാണ്. അബ്രഹാമിന്റെ കാലം മുതൽ ഇടയന്മാരാണ്. ഇടയന്മാരെന്ന പദവി അതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ജോലി. നമുക്കറിയാം യാക്കോബ് ലാബാന്റെ വീട്ടിൽ ആടുമേയ്ക്ക്, മോശ ആടുമേയ്ക്കുക യിത്രോവിന്റെ വീട്ടിൽ. അപ്പോൾ ഈ അവരുടെ പ്രധാനപ്പെട്ട പ്രൊഫഷനായിട്ട് കാണുന്നത് ആടിനെ മേയ്ക്കുക എന്നുള്ളത്. ആ ദേശത്ത് അവർ ചെയ്യുന്നു. മറ്റു പല സ്ഥലത്തും അവർക്ക് ഇടയന്മാരുടെ ശുശ്രൂഷകളെയും കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ താതാത്മ്യം പ്രാപിക്കാൻ, അവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ഞാൻ നല്ല ഇടയനാണ്. ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കും. അത് അവിടെ രണ്ട് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, തന്റെ ജീവൻ അവർക്ക് രക്ഷയ്ക്കായിട്ട് കൊടുക്കും. നമുക്കറിയാം ദാവീദിനോട് ശൗല് ചോദിച്ച ചോദ്യമാണ്, നീ ഈ ഗോലിയാത്തിന് മുമ്പിൽ വന്ന് നിൽക്കാനായിട്ട് എന്താ യോഗ്യത പറയാനുള്ളത്? ദാവീദിന്റെ മറുപടി ഇതായിരുന്നു, എനിക്ക് വേറൊന്നും പറയാനല്ല, പക്ഷെ എന്റെ ആടുകളെ ഒരിക്കൽ ഒരു കരടിയും സിംഹവും പിടിച്ചുകൊണ്ട് പോകാനായിട്ട് വന്നപ്പോ ഞാൻ അവയ്ക്ക് വേണ്ടി നിന്നു. അവരുടെ കയ്യിൽ നിന്ന് ഞാൻ അവയെ വിടുവിച്ചെടുത്തു. അപ്പൊ അവിടെ ദാവീദ് തന്റെ ജീവനെ പോലും അവഗണിച്ചുകൊണ്ടാണ് ആടുകൾക്ക് വേണ്ടി നിൽക്കുന്നത്. അപ്പൊ ഈ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആടുകളെ രക്ഷിക്കാൻ വേണ്ടി ജീവനെ കൊടുക്കുക എന്ന പദത്തിൽ എന്ന അർത്ഥത്തിൽ ഒരു വശത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആടുകളുടെ രക്ഷയ്ക്ക് വേണ്ടി, അതായത് പാപം ചെയ്ത മാനവജാതിക്ക് വേണ്ടി കർത്താവ് തന്നെ ഏൽപ്പിച്ചു. അതിനെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ വേറൊരു വിധത്തില് തന്റെ ജീവൻ, അതായത് തന്റെ പൊസിഷൻ, താൻ ദൈവത്തിന്റെ പുത്രനാണ്, ദൈവമകനാണ്, അതേ പദവിയിലേക്ക് ആടുകളെ ആക്കി തീർക്കുക, അതും കൂടെയായിരുന്നു കർത്താവിന്റെ പദവി. ഇപ്പൊ ഇവിടെ കർത്താവ് നല്ല ഇടയനെന്ന് പറയുന്ന ആ ഒരു വിശേഷണം തന്നെ കുറിച്ച് തന്നെ പറയുമ്പോൾ അത് അന്ന് കർത്താവിനെ കേട്ടവർക്കും കണ്ടവർക്കും മനസ്സിലാക്കാൻ വളരെ ഈസിയായ ഒരു ഉദാഹരണമായിരുന്നു. നമുക്ക് നമ്മുടെ കർത്താവിനെ കുറിച്ച് ദാവീദ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, യഹോവ എന്റെ ഇടയനാകും. അത് നമുക്ക് സങ്കീർത്തന പുസ്തകം 23-ാം അധ്യായം അറിയാത്തവർ, ബൈബിള് പഠിച്ചിട്ടുള്ളവർ, ബൈബിൾ വായിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. പലപ്പോഴും സൺഡേ സ്കൂളുകളിലൊക്കെ ആദ്യ കാലങ്ങളിൽ തന്നെ കുഞ്ഞുങ്ങള് അത് മനഃപ്പാടമാക്കുകയും ചെയ്തിട്ടുള്ള സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നൊരു കാര്യം, യഹോവ എന്റെ ഇടയനാകും, അതുകൊണ്ട് എനിക്ക് ഒരു മുട്ടും ഉണ്ടാകും, എനിക്കൊരു കുറവും വരത്തില്ല. കാരണം യഹോവ എന്റെ ഇടയനാണ്. എന്റെ ഇടയൻ സമ്പന്നനാണ്. 2, എന്റെ ഇടയൻ എന്നെ സ്നേഹിക്കുന്നു. 3, എന്റെ ഇടയൻ എനിക്ക് എന്താണ് ആവശ്യമെന്നും അതെവിടെയാണുള്ളതെന്നും അറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ യഹോവ എന്റെ ഇടയനാണ്, എനിക്കൊരു മുട്ടും ഉണ്ടാകും, എനിക്കൊരു കുറവും വരത്തില്ല. അവൻ പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ കിടത്തുന്നു. എന്നെ അവൻ കിടത്തുന്നത് പച്ചയായ പുൽപ്പുറങ്ങളിൽ സമൃദ്ധിയുള്ള സ്ഥലത്ത് അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു. അവനെന്നെ നടത്തുന്നത് സ്വസ്ഥമായ വെള്ളത്തിനരികിലേക്ക്, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക്. അവിടെ ഞാൻ വെള്ളം തേടിപ്പോവുകയല്ല, ആ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ഇപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പച്ചയായ ഉൾപ്പുറങ്ങൾ അവനെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു. ഇത് നമുക്കൊരു ഭൗതികമായ, അല്ലെങ്കിൽ ഭക്ഷണം, വെള്ളം എന്നൊക്കെ പറയുമ്പോൾ ഭൗതികമായ ഒരു ആവശ്യത്തെ കുറിക്കുന്നത്. എന്നാൽ അടുത്തു പറയുന്ന അവൻ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. എന്റെ മനസ്സിനകത്ത് വലിയ സ്വസ്ഥത. എന്താണ് എന്റെ സ്വസ്ഥതയുടെ കാരണം എന്നറിയാം? എപ്പോഴാണ് നമുക്ക് സ്വസ്ഥതയുള്ളത്? ഇവിടെ ഈ കോണ്ടെക്സ്റ്റിൽ, ഈ ഒരു സന്ദർഭത്തിൽ നമുക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് തിരിച്ചറിഞ്ഞ ഒരാൾക്ക് സ്വസ്ഥത ലഭിക്കാൻ മറ്റെന്ത് കാരണങ്ങളാണ് വേണ്ടത്? ദൈവം എന്റെ ഇടയനാ. ദൈവം സകലത്തിന്റെയും സൃഷ്ടിതാവായവൻ, സകലത്തെയും ഭരിച്ചു നടത്തുന്നവൻ, സകലത്തെ നിയന്ത്രിക്കുന്നവൻ എന്റെ ഇടയനാ, എന്റെ കാര്യങ്ങൾ നോക്കുന്നവനാ. എനിക്കവിടെ ഇനി ഞാൻ എന്തിനെ കുറിച്ചാണ് ഭാരപ്പെടേണ്ടത്? എനിക്ക് ഭാരപ്പെടേണ്ട ഒരു റീസണും അവിടെ ഇല്ല.
എനിക്ക് ഭാരപ്പെടാൻ ഒരു കാരണം അവിടെ ഇല്ല, ഒരു കാര്യം അവിടെ ഇല്ല. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകൾ നടത്തും. കർത്താവിന്റെ നാമനിമിത്തം എന്നെ നീതിപാതകൾ നടത്തുന്നു. കാരണം അവന്റെ നാമത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. യേശു എന്ന പേരിനെ നമ്മൾ മനസ്സിലാക്കുമ്പം രക്ഷ ദൈവത്തിൽ നിന്ന്, യഹോവയിൽ നിന്ന് വരും. അപ്പൊ ആ രക്ഷ ദൈവത്തിൽ നിന്ന് വരുന്നു എന്നുള്ള അവൻ തന്റെ നാമനിമിത്തം എന്നെ നീതിപാതകൾ നടത്തുന്നു. അവന്റെ നാമമാണ് എന്നെ വിടുവിച്ചതും എന്നെ നീതീകരിച്ചതും എന്നെ രക്ഷിച്ചതും എന്റെ പാപം ക്ഷമിച്ചതും അവന്റെ നാമമാണ്. അവന്റെ നാമനിമിത്തം എന്നെ നീതിയുടെ പാതകൾ നടത്തും. കൂരൊരു താഴ്വരയിൽക്കൂടെ നടന്നാൽ ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുന്നു. അവന്റെ സാന്നിധ്യം അവിടെ എന്റെ കൂടെ ഉള്ളതുകൊണ്ട് അവന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. അടുത്ത 5-ാമത്തെ വാക്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അവിടെ പറയുന്നൊരു കാര്യം ഇതാണ്: എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കും. എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കും. അപ്പൊ നമ്മള് ഈ പഴയ നിയമ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ എതിരെ നിൽക്കുന്നവരെല്ലാം ശത്രുക്കളാണ്, അല്ലെ? ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റായ നിലയിൽ ചെയ്തു കഴിഞ്ഞാൽ അവർ ശത്രുക്കൾ. പക്ഷെ നമ്മള് പുതിയ നിയമത്തിലേക്ക് വരുമ്പം ആ ഒരു ശത്രുത എന്ന് പറയുന്ന ആ ഒരു കാര്യം അവിടെ ഇല്ല. പകരമായിട്ട് അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് ശത്രുവിനെയും സ്നേഹിക്കാൻ. ഇവിടെ പറയുന്നത് ശത്രുവിന് മുമ്പാകെ മേശ ഒരുക്കും. എന്റെ തിന്മ കാണാൻ, ഞാൻ നശിച്ചു കാണാൻ, തകർന്നു കാണാൻ ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ എനിക്ക് മേശ ഒരുക്കും. വിരുന്നൊരുക്കുന്നു എന്നതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ അതിന്റെ യഥാർത്ഥ പരിഭാഷയിലേക്ക് പോകുമ്പോൾ മേശ ഒരുക്കുന്നു, ഈ പ്രിപ്പയർഡ് എ ടേബിൾ ഫോർ മീ, അവർ എനിക്ക് മേശ ഒരുക്കും. മേശ ഒന്ന് ചിന്തിച്ചു നോക്കുക. മേശ ഒരുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞ ഡൈനിങ് ടേബിൾ എല്ലാം സെറ്റ് ചെയ്ത് വെക്കും. നമുക്കറിയാം, നമുക്കൊരു അതിഥികളെ നമ്മൾ ക്ഷണിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരായിക്കോട്ടെ, അവര് ഒരു വിശേഷമായ സമയത്ത് നമ്മുടെ ഭവനത്തിൽ കയറി വരുമ്പോൾ നമ്മൾ അവരെ അതിഥികളായി തന്നെ കണ്ട് അവർക്ക് വേണ്ടി ഏറ്റവും മെച്ചമായ നിലയിൽ കാര്യങ്ങളെ ക്രമീകരിച്ച് കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ഡൈനിങ് ടേബിൾ എന്ന് പറയുമ്പോൾ ആ മേശ ഒരുക്കുന്നത് മനോഹരമായിട്ട്, അതായത് നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കും, അല്ലെ? അത് അവിടെ വെക്കുന്ന വസ്തുക്കളുടെ അവിടെ വിളമ്പുന്നതായ പാത്രങ്ങള്, ആ ടേബിളിന്റെ വൃത്തി, അത് ഭംഗിയായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ അവരുടെ മുമ്പിൽ നമ്മൾ അവിടെ വെക്കുന്നതായ, അവിടെ വിളമ്പുന്നതായ ഭക്ഷണങ്ങൾ അത് മനോഹരമായത്, അത് കാഴ്ചയ്ക്കും അതുപോലെ തന്നെ മണത്തിലും അതുപോലെ തന്നെ രുചിയിലും അതുപോലെ തന്നെ ഏറ്റവും നല്ലതാണ് നമ്മളവിടെ കൊണ്ടുവയ്ക്കുന്നത്. എന്നാൽ ഈ വിരുന്ന് ഇവിടെ ഒരുക്കുന്നത്, അത് നമ്മുടെ ഡൈനിങ് ടേബിൾ ഒരുക്കുമ്പോൾ എന്തിനെയാണ് മേശയിൽ കൊണ്ട് വെക്കുന്നത്? അടുക്കളയിൽ പാചകം ചെയ്തതിനാണ് ഇവിടെ കൊണ്ടുവയ്ക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ എന്തുണ്ട് ചിന്തിച്ചു നോക്കുക. നമ്മൾ ഇപ്പം അവിടെയുള്ള വസ്തുക്കൾ, അവിടെ നമ്മൾ കൊണ്ടുവരുന്ന പച്ചക്കറികൾ ചിലത് നേരിട്ട് വേവിക്കാതെ കഴിക്കാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ മാംസ്യഭക്ഷണങ്ങൾ, മത്സ്യം, ഇതൊക്കെ നമുക്ക് പാചകം ചെയ്യാതെ കഴിക്കാൻ പറ്റില്ല. എന്നാൽ ഇതെല്ലാം വൃത്തിയാക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ കിച്ചണിൽ നമ്മൾ ഒരുക്കുന്ന സ്ഥലത്ത് എല്ലാവിധമായ അഴുക്കും അതിന്റെ വേസ്റ്റ്, നമ്മൾ അതിനെ ക്ലീൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ വേസ്റ്റുകളും അവിടെ കൂടിക്കിടക്കും. ചിലത് നമുക്ക് കാണുമ്പോൾ അറക്കത്തക്ക നിലയിലുള്ളതായിരിക്കും. ചിലപ്പോൾ ചിലതിന് നമുക്ക് സന്തോഷം തരാത്ത സ്മെല്ലുള്ളതായിരിക്കും. പക്ഷെ ഇതിനെല്ലാം എന്ത് ചെയ്യും? നമ്മൾ ഇതിനെല്ലാം ഒരുക്കും. ഇതിനെല്ലാം അതിന്റെ ഷേപ്പിൽ നമ്മൾ അതിനെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ അതിനെ കുക്ക് ചെയ്യും. വാഷ് ചെയ്ത് നല്ലപോലെ ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ അതിനെ കുക്ക് ചെയ്യും. ആ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ രുചി കൂട്ടാനായിട്ട്, അതിന്റെ യഥാർത്ഥമായ രുചിയിൽ കഴിക്കുവാൻ ആസ്വാദ്യകരമല്ലാത്തത് കൊണ്ട് അതിനെ ആസ്വാദ്യകരമാക്കത്തക്കവണ്ണം അതിന് എന്തൊക്കെയാണോ ചേരുവകൾ ചേർക്കേണ്ടത് അത് മുഴുവൻ ചേർത്ത് അതിൻ്റെതായ പാകത്തിലെടുത്ത് അതിനെ ചൂടാക്കി, അതിനെ നിറം വരുത്തി, അതിനെ മണം വരുത്തി, അതിന് ഗുണം വരുത്തി, അതിനെ ഭക്ഷിക്കത്തക്ക നിലയിലാക്കി മേശയിൽ കൊണ്ടുവയ്ക്കും. ഇപ്പൊ മേശയിൽ എന്തില്ല? മേശയിൽ നമ്മൾ അടുക്കളയിൽ കണ്ടതായ ആ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുക്കുമ്പോൾ കണ്ടതായ
താല്പര്യം ജനിപ്പിക്കാത്തതായ ഒന്നും അവിടെ ഇല്ല. അവിടെ മുഴുവൻ ഉള്ളതും അവിടെ മേശയിൽ കൊണ്ട് വെച്ചിരിക്കുന്നതെല്ലാം ആസ്വദിക്കാനായിട്ട് അവിടെ ഇരിക്കുന്നവർക്ക് കഴിക്കത്തക്ക നിലയിലാണ്. പ്രിയപ്പെട്ടവരോട് പറയുന്നത്, കർത്താവ് എന്റെ ശത്രുക്കൾ കാണുക എനിക്ക് മേശ ഒരുക്കുന്നു. പ്രിയപ്പെട്ടവർ, നിങ്ങൾ മറക്കരുത്, നിങ്ങളുടെ ജീവിതത്തില് നിങ്ങളുടെ അനുഗ്രഹത്തിന്, നിങ്ങളുടെ ഉയർച്ചയ്ക്ക്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളത് മുഴുവൻ, നിങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ളത് മുഴുവൻ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ചെയ്ത് തികച്ചു. അവിടെ യേശുവിനെ കുറിച്ച് യേശയ്യാവിന്റെ പുസ്തകം 52-ാം അധ്യായത്തിലും 53-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവന്റെ മുഖം വിരൂപമായി. ചിന്തിച്ചു നോക്കുക, അവന്റെ മുഖത്ത് തുപ്പപ്പെട്ടു, അവന്റെ കയ്യിലും കാലിലും ആണികൾ അടിക്കപ്പെട്ടു, അവന്റെ ശരീരം ചാട്ടവാറുകൊണ്ട് അടിച്ച് മുറിവേൽപ്പിക്കപ്പെട്ടു, അവന്റെ ശരീരം നഗ്നമായിട്ട് ക്രൂശിൽ തൂക്കി. യേശുവിനെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ വചനത്തിൽ അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്, അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ്, മറ്റുള്ളവർ കണ്ട് തലകുലുക്കുമാറ്, മറ്റുള്ളവർ കണ്ട് പരിഹസിക്കുമാറ് അവന്റെ അവസ്ഥയെ മാറ്റിക്കണം. അതുപോലെ അവൻ ക്രൂശിൽ പാട് സഹിച്ചു. ചിന്തിച്ചു നോക്കിയ പ്രിയപ്പെട്ടവരെ, മേശ ഒരുക്കുക. മേശ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സാൽവേഷൻ, നാം ഇന്ന് അനുഭവിക്കുന്ന സൗഖ്യം, നാം ഇന്ന് അനുഭവിക്കുന്ന ജയം, നാം ഇന്ന് അനുഭവിക്കുന്ന അനുഗ്രഹം, നാം ഇന്ന് അനുഭവിക്കുന്ന ആരോഗ്യം, ബലവും സകലതും ഹല്ലേലൂയ എന്താണ്? അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി ഒരുക്കിയത്. അവൻ തുപ്പപ്പെട്ടു, അത് കണ്ടാൽ ആസ്വാദ്യകരമല്ല. അവന്റെ ശരീരം അടിച്ച് മുറിവേൽപ്പിക്കപ്പെട്ടു, അത് കണ്ടാൽ ആസ്വാദ്യകരമല്ല. എന്നാൽ നിങ്ങൾ ഞാനും രക്ഷ പ്രാപിക്കാൻ, നിങ്ങൾ ഞാനും സൗഖ്യം പ്രാപിക്കാൻ, നിങ്ങൾ ഞാനും വിടുതൽ പ്രാപിക്കാനായിട്ട് യേശു ഹല്ലേലൂയ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ അടുക്കളയിൽ ആ ഭക്ഷണമൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ സ്ഥലം അത്ര ഭംഗിയുള്ളതായിരിക്കണമെന്നില്ല, വൃത്തിയുള്ളതായിരിക്കണമെന്നില്ല. അവിടെ എല്ലാ വിധത്തിലും ഉള്ളതായ ആമേൻ അഴുക്കുകളുണ്ട്, അവിടെ കഴുകുന്നു, വൃത്തിയാക്കുന്നു, എല്ലാം കഴിഞ്ഞു. എന്നാൽ ടേബിളിൽ വരുമ്പോൾ അങ്ങനല്ല, എല്ലാം മനോഹരമായി ഒരുക്കപ്പെട്ടിരിക്കുന്ന പോലെ യേശു നിങ്ങൾക്കും എനിക്കും വേണ്ടി കാൽവരി ക്രൂശിൽ അടിക്കപ്പെട്ടു. അവന്റെ ശരീരം തുളയ്ക്കപ്പെട്ടു, അവൻ തകർന്നു, അവൻ അടിക്കപ്പെട്ടു, അവൻ അധർമ്മികളുടെ കൂടെ എണ്ണപ്പെട്ടു. ഹല്ലേലൂയ, അവൻ തെറ്റൊന്നും ചെയ്യാതിരിക്കെ, അകൃത്യങ്ങളൊന്നും ചെയ്യാതിരിക്കെ, അവൻ വാ തുറക്കാതിരുന്നു. ഹല്ലേലൂയ, അവന്റെ പക്ഷത്ത് നീതി ഉണ്ടായിട്ടും അവൻ വാ തുറന്നില്ല. അവൻ രാജാവ് പറഞ്ഞ കാര്യമുണ്ട്, നിന്നെ വിടുവിക്കാനും നിന്നെ ശിക്ഷിക്കാനും എനിക്ക് അധികാരമുണ്ട്. കർത്താവ് മേലിൽ നിന്ന് ലഭിച്ചാലല്ല നിനക്കത് സാധ്യമല്ല. പ്രിയപ്പെട്ടവർ, ചിന്തിച്ചു നോക്ക്, അവിടെ തന്നെ വിട്ടുകൊടുക്കുന്ന, നിങ്ങളുടെയും എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കർത്താവ് ഇന്ന്. ഹല്ലേലൂയ, പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഈ പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഒരിക്കലും നശിച്ചോ തകർന്നോ ആമേൻ ഇല്ലാതായി തീരാൻ അനുവദിക്കാതെ വണ്ണം ദൈവം കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങളുടെയും എന്റെയും പാപത്തിന്റെയും ശാപത്തിന്റെയും രോഗത്തിന്റെയും ആമേൻ ദാരിദ്ര്യത്തിനും പരിഹാരം യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ നിവർത്തിച്ചു കഴിഞ്ഞു. അതെ, അത് ഒരുക്കിയപ്പോ അത്ര ഭംഗിയുള്ളതായിരുന്നില്ല. അത് മുറിവേൽക്കപ്പെടുന്ന അവസ്ഥ, അത് തുപ്പപ്പെടുന്ന അവസ്ഥ, അത് നിന്ദിക്കപ്പെടുന്ന അവസ്ഥ, ഇതെല്ലാം യേശുവിൽ നമ്മൾ കാണുമ്പോൾ. എന്നാൽ ഹല്ലേലൂയ, ഒരുക്കപ്പെട്ട് മേശയിൽ വന്നപ്പോ ഇല്ല. ഹല്ലേലൂയ, അതെല്ലാം മറക്കുമാറാക്കുന്ന പോലെ അത് നമ്മുടെ രക്ഷയായി, നമ്മുടെ ജീവനായി, നമ്മുടെ സൗഖ്യമായി, നമ്മുടെ അനുഗ്രഹമായി. പ്രിയപ്പെട്ടവർ, ഇന്ന് നിങ്ങൾ ഈ പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ തകർന്നവരായിട്ടും, നിങ്ങൾ ലജ്ജിക്കപ്പെട്ടവരായും, നിങ്ങൾ ആളുകളുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്നവരായി, നിന്ദിക്കപ്പെട്ട ജീവിതാനുഭവത്തിൽ കൂടെ കടന്നു പോയിട്ടുള്ളവരാണോ? നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കിയിട്ടുള്ളത് ഏറ്റവും നല്ലതാണ്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ്, ഏറ്റവും ഉന്നതമായതാണ്. ഹല്ലേലൂയ, അതിന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതേ ഉള്ളൂ. അവന്റെ കൂടെ, അവന്റെ മേശയിൽ, അവന്റെ കൂടെ ആർക്കാണ് മേശയിലേക്ക് വരാനുള്ള യോഗ്യത? മക്കൾക്ക്, ആ ഭവനക്കാർക്ക്. നിങ്ങൾ വീട്ടുകാരാണോ? നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണോ? ദൈവമക്കളെന്ന ബോധ്യമുള്ളവരാണോ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ആ മക്കളെന്ന പദവി നിങ്ങൾക്കില്ലെങ്കിൽ അത് പ്രിയപ്പെട്ടവർ, അത് നമ്മൾ എവിടെയെങ്കിലും ചെന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതല്ല, എന്തെങ്കിലും ചെയ്ത് നേടിയെടുക്കുന്നതല്ല. യേശു എന്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ, യേശു എന്നെ നീതിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്ന് ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ, ആ വിശ്വാസം അവന്റെ ജീവിതത്തിനകത്ത് അവന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന സകല നന്മകളുടെയും അവകാശിയായിട്ട്, അതിനെ അനുഭവിക്കാൻ യോഗ്യനായിട്ട് അവനെ മാറ്റുകയാണ്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിന്റെ യോഗ്യതയുള്ളവരായി തീരാനായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. യേശു നിങ്ങളുടെ പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. യേശു നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറി. ഇവിടെ നമ്മൾ വചനത്തിൽ കാണുന്നത് അവൻ മേശ ഒരുക്കുക. അല്ലെങ്കിൽ അതേ പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായി മേശ ഒരുക്കിയ ദൈവം ഇവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്,
അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഹല്ലേലൂയ. അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. നമുക്ക് ദൈവവചനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ, നിങ്ങൾ ഉപവസിക്കുമ്പോൾ മുഖം വാടിയ രൂപം കാണിക്കരുത്. എന്ത് ചെയ്യണം? തലയിൽ എണ്ണ വെച്ച് മുഖം കഴുകുക. അതാണ് അവിടെ പറയുന്നത്. അതിന്റെ പരിഭാഷയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അനോയിന്റ് യുവർ ഹെഡ് എന്ന് പറയുന്നത്, നിന്റെ തലയെ നീ അഭിഷേകിക്കുക, എണ്ണ കൊണ്ട് അഭിഷേകിക്കുക, എണ്ണ കൊണ്ട് അവൻ തലയെ അഭിഷേകിക്കുക. അവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, നിന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകിക്കുക. അഭിഷേകം ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ട മേശ, നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതായ വിഭവം, നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ട നന്മ അനുഭവിക്കുവാനായിട്ട് നിന്നെ യോഗ്യനാക്കുന്നു. അതാണ് തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുക എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് പ്രിയപ്പെട്ടവര്, നിങ്ങൾ ഞാനും കർത്താവ് മേശ ഒരുക്കി അത് അനുഭവിക്കാൻ യോഗ്യതയുള്ളവരായതുകൊണ്ട് ഓടി വന്നിരുന്നതല്ല. അവൻ നമ്മളെ ഹല്ലേലൂയ അഭിഷേകം ചെയ്തത്. ഹല്ലേലൂയ. അത് നമ്മളെ അഭിഷേകം ചെയ്ത് എന്തിനു വേണ്ടിയാ? അവൻ ശത്രുവിന് മുമ്പിൽ പരാജയപ്പെടാതെ ശത്രുവിന് മുമ്പിൽ ജയാളിയായി നിൽക്കാനായിട്ട്. എന്താണ്? രോഗം, ദാരിദ്ര്യം, ഭയം, നിരാശ, മാനസിക സംഘർഷങ്ങൾ, ഇതിനെല്ലാം ആ ഭയത്തെ, ആ ശത്രുവിനെ പരാജയപ്പെടുത്തി, ആ ശത്രുവിന്റെ എല്ലാ വാഴ്ചകളെയും പരാജയപ്പെടുത്തി നിൽക്കുവാനായിട്ട്. അതാണ് യേശു ക്രിസ്തുവിലൂടെ സംഭവിച്ചത്. അതാണ് യേശുവിലൂടെ നമ്മുടെ ജീവിതത്തിന് നമ്മുടെ അവകാശമായി മാറിയത്. നമുക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നത് അതാണ്. പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ പ്രോഗ്രാം നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തിരിച്ചറിയാമോ, അവൻ എന്നെ എന്ത് ചെയ്തിരിക്കുക? അവൻ എന്നെ അഭിഷേകിച്ചിരിക്കുക. എന്തിനാണെന്നറിയാമോ? ഈ മേശയിൽ അവന്റെ കൂടിയിരിക്കാനായിട്ട്. നിങ്ങൾ പ്രിയപ്പെട്ടവർ, നിങ്ങൾ മറക്കരുത്, നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി വെച്ചു. നമ്മൾ അഭിഷേകം എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ പുരോഹിതന്മാരെയും രാജാക്കന്മാരെയുമാണ് പ്രത്യേകിച്ച് അഭിഷേകം ചെയ്തു എന്ന പദം കൊണ്ട് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഈ അഭിഷേകം എന്ന് പറയുമ്പോൾ പൗരോഹിത്യ ശുശ്രൂഷ, അതുപോലെ തന്നെ രാജാക്കന്മാരുടെ ശുശ്രൂഷ, രാജകീയ പുരോഹിത വർഗം എന്നാണല്ലോ 1 പത്രോസ് 2:9 പറയുന്നത്. അപ്പോഴവിടെ ഈ രാജാവിനെയും പുരോഹിതന്മാരെയും അഭിഷേകിക്കുന്നു. അപ്പൊ രാജാവിനെയും പുരോഹിതനെയും അഭിഷേകിക്കുക എന്ന് പറയുമ്പോൾ, രാജാവ് എന്ന് പറയുമ്പോൾ ദൈവത്തിനു വേണ്ടി സ്ഥാനാപതിയായി ഭരണം നടത്തുന്ന വ്യക്തിയാണ് രാജാവ് എന്ന നിലയിൽ നമ്മളെ കാണുന്നത്. അതുപോലെ തന്നെ പുരോഹിതൻ എന്ന് പറയുമ്പോൾ ദൈവത്തിനും മനുഷ്യരുടെയും മധ്യത്തിൽ മധ്യസ്ഥനായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് പുരോഹിതൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഈ രണ്ട് പദവിയും സാധാരണക്കാരായ മനുഷ്യനെ, സാധാരണക്കാരനായ ദാവീദിനെ, സാധാരണക്കാരനായ ശൗലിനെ, സാധാരണക്കാരനായ അഹരോനെ, അവരെ പുരോഹിതനായിട്ടും രാജാവായിട്ടും അഭിഷേകം ചെയ്യുക എന്ന് പറയുമ്പോൾ അവർ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് ഔദ്യോഗികമായിട്ട്, അതായത് ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്യുകയാണ്, നിങ്ങൾ ഇന്നു മുതൽ ഇങ്ങനെയാണ്. അപ്പോൾ അഭിഷേകം എന്ന് പറയുന്നത് നമ്മൾ സാധാരണക്കാരായിരുന്നു അതായത് ദൈവം ആഗ്രഹിക്കുന്ന, ദൈവത്തിന്റെ വ്യക്തമായ പദ്ധതിക്ക് വേണ്ടി നമ്മളെ നിയോഗിച്ചു എന്നതിന്റെ പ്രഖ്യാപനമാണ് അഭിഷേകം എന്ന് പറയുന്നത്. ഈ അഭിഷേകം എന്ന് പറയുന്നതിനകത്ത് അവിടെ നമ്മൾക്ക് പഴയ നിയമത്തിൽ രാജാവിനെയോ പുരോഹിതന്മാരെ അഭിഷേകിക്കുമ്പോൾ ആ തൈലത്തിൽ എന്തെങ്കിലും അത്ഭുതം ഒന്നുമില്ല. ആ തൈലമല്ല, ആ ഒരു കോൺഷ്യസ്, ആ ഒരു മനോബോധം ഉണ്ടാകാനായിട്ടാണ് അത് ചെയ്യുന്നത്. നീ ഇന്നു മുതൽ രാജാവാണ്, നീ രാജാവായിട്ട് നിൽക്കണം. നീ ഇന്നു മുതൽ പുരോഹിതനായിട്ട് നിൽക്കണം. അപ്പൊ ഈ അഭിഷേകം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാക്ഷിയെ ബോധ്യം വരുത്തുകയാണ്. നിങ്ങൾ ഹല്ലേലൂയ കർത്താവിന് വിശേഷത ഉള്ളവരാണ്, നിങ്ങൾ കർത്താവിന് വിലയേറിയവരാണ്. ഈ ബോധ്യം തരിക എന്നതാണ് അഭിഷേകത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിനകത്ത് ഈ അഭിഷേകത്തെ തിരിച്ചറിയുമ്പോൾ, ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ തിരിച്ചറിയുമ്പോൾ, ഹല്ലേലൂയ ആ അഭിഷേകത്തിന്റെ ബോധ്യമാണ് നാം ആരാണെന്നുള്ള അറിവിൽ നിൽക്കാനായിട്ട് ഈ അഭിഷേകമാണ് നമ്മളെ സഹായിക്കുന്നത്. അതായത് ഹല്ലേലൂയ ഈ അഭിഷേകം പഴയ നിയമത്തില് അവര് പുറമെ എണ്ണ ഒഴിച്ച് അഭിഷേക തൈലം ഒഴിച്ച് അവരെ അഭിഷേകിക്കുമ്പോൾ, പുതിയ നിയമത്തിൽ നമ്മളെ അഭിഷേകിക്കുക എന്ന് പറയുന്നത് പുറമെ തൈലം ഒഴിച്ചല്ല, നമ്മുടെ ഉള്ളിൽ മനസാക്ഷിയിൽ വരുന്ന മാറ്റമാണ്. ചിന്തിച്ചു നോക്കുക, നമ്മൾ എത്രത്തോളം അഭിഷേകം പ്രാപിച്ചതിന് ശാരീരികമായിട്ട് ചില അനുഭവങ്ങൾ പറയാറുണ്ട്. എത്ര അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായെങ്കിലും മനസ്സുകൊണ്ട് ആ ബോധ്യത്തിലല്ല നിങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിൽ ആ ബോധ്യത്തിന്റെ ഒന്നും റിസൾട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കാതെ പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദിവസങ്ങളിൽ അഭിഷേകം ചെയ്തു എന്നതിനെ നിങ്ങളെ സ്ഥാനത്ത് കൊണ്ടുവന്നു വെച്ചു എന്ന ബോധ്യത്തിൽ മനസ്സിലാക്കുക. ചേർന്ന് പറയുന്ന ഒരു കാര്യമാണ്, എന്റെ പാത്രം നിറഞ്ഞു കവിയുന്നു, എന്റെ പാത്രം നിറഞ്ഞു കവിയുന്നു. എന്താണെന്നറിയാമോ? ഞാൻ ഈ മേശയിൽ വന്നിരിക്കുമ്പോൾ ഞാൻ ഇരിക്കുന്നത് തൃപ്തിയോടെയാണ്, നിറഞ്ഞു കവിയുന്നു, എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ അഭിഷേകം നിങ്ങളിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ് നിങ്ങളുടെ അകത്ത് ആ നിറവിന്റെ ഒരു അനുഭവം. ആ നിറവിന്റെ ഒരു സംതൃപ്തി, പൂർണ്ണമായ സംതൃപ്തി.
ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ സംതൃപ്തി പ്രാപിച്ച ഒരു വ്യക്തി, ആ മനസ്സിനകത്ത് സംതൃപ്തി, ഞാൻ കർത്താവിന്റെ മകനാണെന്നുള്ള ബോധ്യം, യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്നതായ ബോധ്യം, അവൻ എന്നെ പൊസിഷൻ ചെയ്ത് എന്നെ ദൈവത്തിന്റെ മകനാക്കി മാറ്റി എന്നതായ അഭിഷേകത്തെ കുറിച്ചുള്ള ബോധ്യം, ഈ ബോധ്യം വരുമ്പോൾ നമുക്കുണ്ടാകുന്ന സ്വസ്ഥത, ഈ സ്വസ്ഥതയുള്ളവന്റെ ജീവിതത്തില് നന്മയും കരുണയും ആയുഷ്കാലം മുഴുവൻ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അവൻ വസിക്കുന്ന ദൈവത്തിന്റെ ആലയത്തിലാണ്. ഒരു നന്മയ്ക്ക് അവന് കുറവ് വരത്തില്ല. പ്രിയപ്പെട്ട ഒരു ദിവസങ്ങളിൽ നിങ്ങളെ ഒന്ന് തിരിച്ചറിയാമോ? യഹോവ എന്റെ ഇടയനാ, കർത്താവ് എന്റെ ഇടയനാ, അവൻ എന്റെ നല്ല ഇടയനാ, എനിക്ക് വേണ്ടി ജീവനെ തന്നവനാ, എനിക്ക് വേണ്ടി അവൻ സ്വന്തം പുത്രനെ ആദരിക്കാൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ എന്ന് പറയുമ്പോൾ അത് എനിക്ക് വേണ്ടി സകലതും നൽകി തന്ന കർത്താവിനെ കുറിച്ചുള്ള ബോധ്യത്തിൽ നിങ്ങളുടെ ഓരോ ചുവടുകളിലും മുന്നോട്ട്. അതേ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് വിശ്വസിക്കുക, ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ, വലിയ വീരപ്രവൃത്തിയുടെ ദിവസങ്ങളായിട്ട് ഈ ദിവസങ്ങളെ കർത്താവ് മാറ്റി നിങ്ങളെ അനുഗ്രഹിച്ച് അനേകരുടെ മുമ്പിൽ നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി അടയാളമാക്കി കർത്താവ് നിർത്തും. ഹല്ലേലൂയ. ബോധ്യത്തോടെ, യെസ്, യേശു എനിക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഞാൻ ഒരിടത്തും രക്ഷിക്കപ്പെട്ടു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. നിശ്ചയമായിട്ടും അതെ, ദാറ്റ്സ് എ പ്രോമിസ് ഓഫ് ഗാഡ്. വിശ്വസിക്കുക, നിങ്ങൾ അത്ഭുതങ്ങളെ കാണുന്നവരായി തീരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ നല്ല ഇടയനായി, ഞങ്ങൾക്ക് വേണ്ടി മുഴുവനും ചെയ്തു തന്നവനായി, ഒരുക്കിയവനായി ഇന്ന് ജീവിക്കുന്നവരുടെ സ്തോത്രം. കർത്താവിനെ കണ്ടുപിടിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നവരുടെ ജീവിതത്തിലും കർത്താവെ, ഏതെങ്കിലും മേഖലകളിൽ അവര് കർത്താവ് ഒരുക്കിയതിനെ അനുഭവിക്കാതെ വണ്ണം നിരാശയിലും ഭാരത്തിലും ഞെരുക്കത്തിലും അവർ കഴിയുന്നെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ദൈവിക സമാധാനം കൊണ്ട് അവരുടെ ഹൃദയത്തെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ സ്വസ്ഥത കൊണ്ട് അവരുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമെന്ന്, അവസ്ഥകൾ മാറുന്നത് അവർ കാണട്ടെ, നിന്റെ മഹത്വം അവരെ പൊതിയുന്നത് അവർ കാണട്ടെ, അവരുടെ ജീവിത അവസ്ഥകളുടെ അകത്ത് ഡിവൈൻ ഫേവർ എക്സ്പീരിയൻസ് ചെയ്യട്ടെ. കർത്താവ്, ഇന്ന് വരെ അവർ തോറ്റെടുത്ത് തളർന്നു പോയെടുത്ത് നിരാശപ്പെട്ടെടുത്ത് അവർ അത്ഭുതങ്ങളെ മേൽ അത്ഭുതങ്ങളെ പ്രാപിക്കുന്ന സീസണായിട്ട് അവരുടെ ജീവിതത്തിൽ മാറട്ടെ. കുടുംബങ്ങളായും വ്യക്തികളായും ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു കർത്താവ്, അനുഗ്രഹിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അവരുടെ മനസ്സിനകത്തുള്ള കുറ്റബോധം മാറിപ്പോയി. ഞാൻ ദൈവത്തിന്റെ മകനാണ്, ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ സകല നന്മകളും അനുഭവിക്കാൻ ഞാൻ യോഗ്യനാണെന്നുള്ള ബോധ്യത്തിൽ ഓരോ ദിവസവും ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. നിങ്ങളുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാം മഹത്വം അറുക്കപ്പെട്ട കുഞ്ഞാണ് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും. ഈ ദിവസങ്ങളിൽ ഈ ബോധ്യത്തോടുകൂടെ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ എനിക്ക് വേണ്ടിയുള്ളത് മുഴുവനും സകലതും കർത്താവ് ഒരുക്കി കഴിഞ്ഞു എന്ന ബോധ്യത്തോടുകൂടെ ജീവിക്കുക. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. മറ്റുള്ളവർക്ക് ഈ പ്രോഗ്രാം ഷെയർ ചെയ്യുകയും അപ്പം നിങ്ങൾ ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.